ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഏത് കുഞ്ഞു കുട്ടികൾക്കും വരെ ഉണ്ടാക്കാൻ പറ്റുന്ന, വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള വെറും 4 ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലെന്ന് പറയുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്. ഈ ബൗളിനകത്തോട്ട് 1/2 ലിറ്റർ പാലിൽ നിന്ന് അല്പം പാല്, ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള പാല് ഞാൻ മാറ്റിയൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ആണ്, അതായത് ചോളത്തിൻ്റെ പൊടിയാണിത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ഈ കോൺഫ്ലവറൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് പാലിൽ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം ഇതിന് വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണ്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് വലിയ പഴുപ്പില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടല്ലോ, അതായത് ഒരു 1/2 ലിറ്റർ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാലും കൂടെ നമുക്ക് ഈ ഒരു മാങ്ങയുടെ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിനകത്ത് വെള്ളമൊന്നും അല്ല ചേർക്കുന്ന, ഈ പാലിലും ഈ ഒരു മാങ്ങയും കൂടെ ഒരുമിച്ചൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഈ നല്ലൊരു പ്യൂരി ആയിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം പുഡിങ്ങിൽ അത് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ്. അങ്ങനെ വേണ്ടുന്നവർക്ക്, അല്ലാത്തവർക്ക് നമുക്കിതൊന്ന് അരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒഴിക്കാം. ഞാനിവിടെ അരിക്കുന്നൊന്നുമില്ല. അരിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മളിതാ ഈ ഒരു പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1/2 ലിറ്ററിൻ്റെ ആ ഒരു മെയിനായിട്ട് എടുത്തിട്ടുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഈ പാലൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്. പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. വെറും 3 ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇവിടെ 2.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം ഞാനെടുത്ത മാങ്ങയ്ക്ക് വലിയ മധുരമൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു നന്നായിട്ടൊക്കെ ഇപ്പോൾ കാണാം, സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് മാറ്റുക. എന്നിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം ഞാൻ നിങ്ങൾക്കൊരു പുതിയ ചാനൽ എന്ന് പരിചയപ്പെടുത്താണ്. ആ ചാനലിൻ്റെ പേര് ഷാൻസ് ഫാമിലി കഫേ എന്നാണ്. അതൊരു കുക്കിംഗ് ചാനൽ തന്നെയാണ്, പേര് പോലെ തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണിത്. നമുക്ക് പെട്ടെന്ന് കണ്ടുപഠിക്കാനും കേട്ട് പഠിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റോളം ഞാൻ സമയം എടുത്തിട്ട് മാങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിക്കുന്നതിന് മുൻപ് ഇതാ ഞാൻ ഈ ചെയ്ത പോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കണം കേട്ടോ. കാരണം നമ്മൾ ഇച്ചിരി നേരം മാറ്റി വെച്ചതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലവറിൻ്റെ പൊടിയെല്ലാം ആ ഒരു പാലിൻ്റെ അടിയിൽ ഇങ്ങനെ വീണ് കിടക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോവിലോട്ട് ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. ഇനി നമുക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 2-3 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു മാങ്ങയും ഈ ഒരു
പിന്നെ മാങ്ങ പുഡിങ് അല്ലെങ്കിൽ മാംഗോ പുഡിങ് അതല്ലാതെ തന്നെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കയുടെ ഒരു ഏലക്കയുടെ കുരു ചെറുതായിട്ടൊന്ന് ചതച്ചോ പൊടിച്ചോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നോക്കിക്കുക, നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ മാറ്റി ഒഴിക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം. എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഇതുപോലത്തെ കുഞ്ഞ് കട്ടൂരി എന്ന് പറഞ്ഞ പാത്രങ്ങളാണ് എടുക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതന്നെ വേണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല സ്റ്റീലിൻ്റെ കപ്പൊക്കെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിനകത്താണെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ കഴിഞ്ഞാൽ നമ്മളത് മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ പുട്ടുംകുറ്റിയൊക്കെ പോലെ നിൽക്കും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്കൊക്കെ നോർമൽ ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ പാത്രങ്ങളിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിനിയിപ്പോൾ അല്പം കൂടെ ബാക്കി വന്നതുകൊണ്ട് വേറൊരു വലിയൊരു പാത്രത്തിൽ, ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, ഇതൊരു ഗ്ലാസ് ബൗളാണ്, ഇതിനകത്ത് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. റൂം ടെമ്പറേച്ചറിലിരുന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നമുക്കൊന്ന് ഫ്രീസറിനകത്തല്ല, ഫ്രിഡ്ജിനകത്താണ് ഞാനിത് വെച്ച് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾ ബഹളം തുടങ്ങി, കുഞ്ഞുങ്ങൾക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ മാക്സിമം വെച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ വെച്ചത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മേലത്തെ തട്ടിലായതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ 3 എണ്ണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. വേറൊന്ന് പ്രോപ്പറായിട്ട് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഞാൻ എടുത്തില്ല. ഈ ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഈ ഒരു പ്ലേറ്റിനകത്തോട്ട് മറിച്ചിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, ഇത് ഒന്ന് ചെറുതായിട്ട് പുറകിൽ തട്ടിക്കൊടുക്കുക. ഇതാ നല്ല ജെല്ലി പോലത്തെ പുഡിങ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു 4 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇലക്കി എടുക്കാം. അത്രയും എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഞാനിന്നിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 1 മണിക്കൂർ കൊണ്ടാണ് ഇത് ആക്കിയത്. കാരണം അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട്. ഞാനത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഫ്രിഡ്ജിനകത്ത് പോയി കൈയിട്ട് ഇങ്ങനെ വിരലിട്ട് നക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോട്ടോ എനിക്ക് അന്നേരം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. എന്നിട്ടും ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഫ്രിഡ്ജിനനുസരിച്ച് ഇച്ചിരി സമയമൊക്കെ എടുക്കും കേട്ടോ. ചിലവർക്ക് 4 മണിക്കൂർ വെക്കേണ്ടി വരും, ചിലർക്ക് 6 മണിക്കൂർ വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് അല്പം തേങ്ങ, ഇത് ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ്, ഇത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയല്ല. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ രുചി കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെരുകിയിട്ടുള്ള തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നിറം ഒന്നും മാറാതെ എടുത്ത് കഴിഞ്ഞാൽ അത് ഡെസിക്കേറ്റഡ് കൊക്കനട്ടായി. അതിനാണ് നമ്മൾ ഇത്രയും വലിയ പേരൊക്കെ കൊടുത്ത് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോക്കനട്ടിൻ്റെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് മേലൊന്ന് തൂവി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ അല്പം ചെറിയൊക്കെ വെക്കുന്നുണ്ട്, ഈ പുഡിങ്ങിനെ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ചെറിയും കൂടെ വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർക്കാം, കശുവണ്ടി ചേർക്കാം, ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നോക്കിക്കുക, നമ്മുടെ ജെല്ലി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയാണ്. ഇതൊരു മാംഗോ പുഡിംഗ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കണേന്നുള്ളത് നോക്കാം. ഞാനിത് കണ്ടോ, നല്ല നല്ല അലുവ കഷ്ണം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഉണ്ടാവില്ല, ഈ ഒരു വാട്ടറി പോലെ ഇരിക്കത്തില്ല കേട്ടോ. കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.